ഇന്നൊരു ഹെയർ കളറിങ് വീഡിയോ ആണ്. ഹെയർ കളറിങ് മീൻസ് ഹൈലൈറ്റ്. വേറെ ആരുമല്ല, എൻ്റെ കെട്ടിയൻ തന്നെയാണ്. പുള്ളിക്കാരൻ കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്കിന്ന് ഹൈലൈറ്റ് ചെയ്തതെന്ന്. പക്ഷേ എനിക്ക് പുള്ളിക്കാരൻ ഹൈലൈറ്റ് ചെയ്ത് മുടിയായിട്ട് നടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്ത് വിടുമായിരുന്നു. ഇപ്പം പിന്നെ ശല്യം കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് കളർ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഒരു സ്ട്രീക്സിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് ഗോൾഡൻ ബ്ലോണ്ട് എന്ന് പറഞ്ഞ 7.3 ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു പ്യൂരിഫൈങ് ഷാമ്പൂ സെലക്ട് ചെയ്യുക. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് വെച്ച് നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഡ്രൈ ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഹെയർ എല്ലാം നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് മിക്സ് ചെയ്യാൻ തുടങ്ങാവൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളറിൻ്റെ ഒരു റേഷ്യോ വരുന്നത് 1:1 ആണ്. അപ്പോൾ ഞാൻ 40 വോളിയമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെട്രിക്സിൻ്റെ 40 വോളിയമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്തെടുക്കും. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിന് നമ്മുടെ ഹെയറിൽ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ സെക്ഷൻ എടുത്തിട്ട് ഓരോ സ്ട്രാൻഡായിട്ട് സെലക്ട് ചെയ്യും. കുഞ്ഞ് സ്ട്രാൻഡ് വേണോ വലിയ സ്ട്രാൻഡ് വേണോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഇത് ഒരു ഫോയിൽ പേപ്പർ അടിയിൽ വെച്ചിട്ട് എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമ്മൾ ഫോയിൽ പേപ്പർ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഓരോ സെക്ഷനായിട്ട് കളർ ചെയ്ത് കൊടുക്കും. കളർ ചെയ്ത് കൊടുത്ത് ആ ഫോയിൽ പേപ്പർ നമ്മൾ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ആ ഫോൾഡിങ്ങിൽ ഇരുന്നാണ് ഈ കളർ പിടിക്കുക. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഞാൻ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഓരോന്നിലും ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലേഡീസിൻ്റെ കളറ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും കേട്ടോ. കാരണം നമുക്ക് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ ജെൻസിൻ്റെ വരുമ്പോഴത്തേന് ഇവർക്ക് കുഞ്ഞു ഹെയർ അല്ലേ, അതുകൊണ്ട് ഇച്ചിരി പാടാണ് ചെയ്തു വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ക്യാമറ നോക്കണം. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കണം, ലഞ്ച് റെഡിയാക്കണം. പിന്നെ എല്ലാത്തിൻ്റെ ഇടയിലാണ് പുള്ളിക്കാരൻ ഇതും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് എല്ലാത്തിനൂടെ സമയം തികച്ച് ഓടിപ്പടച്ചാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളത് ഫോൾഡ് ചെയ്ത് സെക്ഷൻ ഓരോന്നെടുക്കും. ഈ 4 ഒരു കഥ നമ്മളായിട്ട് പറയുന്നില്ല. നാളെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെങ്കിലും അറിയാം. ക്യാമറയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളൊരു സെക്കൻഡൊക്കെ ചെയ്യണം. നേരെ നോക്കി അങ്ങനെ ഇതിന് നമ്മൾ ഹൈലൈറ്റിന് വേണ്ടത് വിഷ്വൽ ചെക്കാണ്. അങ്ങനെ വിഷ്വൽ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഫസ്റ്റ് ഞാൻ ചെയ്ത സ്ട്രാൻഡ് ഏകദേശം കളറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു എണ്ണ റിമൂവ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം എല്ലാ ഹെയറിലും കളറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്, ചേട്ടായിക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ റിമൂവ് ചെയ്തു. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ചെയ്തല്ലോ, ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫെയിലാവുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് റിമൂവ് ചെയ്തപ്പോൾ ഭയങ്കര നിറമായ പോലെയൊക്കെ തോന്നി. പക്ഷേ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തൊക്കെ വന്നപ്പോഴത്തേനും നല്ലൊരു ഷെയ്ഡ്. നമുക്ക് അകത്ത് ഇൻഡോറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷെയ്ഡ് വലിയ കാര്യമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നല്ലതായിട്ട് ആ ഒരു ഷെയ്ഡ് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആളും ഭയങ്കര ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ചേട്ടയ്ക്ക് ഞാൻ കളറൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് നല്ലതായിട്ട് വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. എന്തായാലും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇനി കളയാൻ സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്ത് സമയം പാഴാക്കാനില്ലാത്തതുകൊണ്ടും ഓക്കെ ബൈ ടാറ്റാ. സ്ട്രീക്സിൻ്റെ 7.3 ഷെയ്ഡിൽ വരുന്ന ഗോൾഡൻ ബ്ലോണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ മെട്രിക്സിൻ്റെ വോളിയം 40 ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റേഷ്യോ